ഹായ് ഹലോ. ഇന്നാണ് ഈ പുതിയൊരു ഡിഷാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. പുതിയൊരു റെസിപ്പി എന്ന് വെച്ചാൽ അത് ക്യാരറ്റ് മുട്ടയും വെച്ചാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഈവനിങ് ആയിട്ട് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ഫോൺ തയ്യാറാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ കുറച്ച് ക്യാരറ്റ് എടുത്ത് 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഗ്രേറ്റ് ചെയ്തെടുക്കാം. ക്യാരറ്റ് എല്ലാം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇനി നല്ലോണം ഇളക്കി കൊടുക്കാം. ചെറിയ തീയിലിട്ടൊന്ന് നല്ലോണം വേവിച്ചെടുക്കാം. നടച്ചു വെക്കാം. നമുക്ക് തുറക്കാം. നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. കുറച്ചുകൂടെ അടച്ചു വയ്ക്കാം. നമ്മുടെ ക്യാരറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ടാക്കാം. ക്യാരറ്റ് എല്ലാം പാത്രത്തിലോട്ടാക്കിയിട്ടുണ്ട്. ഒരു പാത്രം എടുത്തിട്ടുണ്ട്. നമ്മൾ മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്ത് നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ലേശം ഉപ്പ്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഇനി നമ്മൾ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു നെയ്യോ എണ്ണ ഒഴിച്ച് നമുക്കിതൊന്ന് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ആ മുട്ടയും ക്യാരറ്റും കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. നിരത്തി കൊടുക്കാം. നമുക്കൊരു സൈഡിലാണെങ്കിൽ ചീസ് വെച്ചു കൊടുക്കാം. ഈ പാത്രം ഇങ്ങനെ അടച്ചു കൊടുക്കണം. അങ്ങനെ റെഡി ആയിട്ട് ഇനി നിന്ന് മടക്കി ഇങ്ങനെ വെക്കണം. നമുക്കൊരു പാത്രത്തിലോട്ടാക്കാം. നമ്മൾ ചീസും മുട്ടയും ക്യാരറ്റൊക്കെ വെച്ച് അടിപൊളി ഒരു വിഭവമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. ഇതിനകത്ത് വേറെ മധുരമായിട്ട് ഒന്നും ചേർത്തിട്ടില്ല. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ മാത്രമേ ഇതിനകത്ത് ചേർത്ത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നല്ലൊരു റെസിപ്പിയാണ്. ട്രെൻഡിങ് നിൽക്കുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കണം. അടിപൊളിയാണ്. ഇത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. ഒരു ഗസ്റ്റൊക്കെ വരുമ്പോഴേ ഇങ്ങനെ ഒന്ന് ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലോണം തയ്യാറാക്കി കൊടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. എല്ലാവർക്കും പെട്ടെന്ന് കഴിക്കാവുന്ന ഒരു നല്ലൊരു വിഭവമാണ്.
എല്ലാവരും ട്രൈ ചെയ്തൊക്കെ നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ പുതിയ പുതിയ ട്രെൻഡിങ് റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക്. മറ്റൊരു വീഡിയോയിൽ നാളെ വരാം. ഓക്കെ, ബൈ.